നമസ്കാരം. ബഹുമാന്യരായ എല്ലാ ജ്യോതിഷ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ സാമാന്യമായ ഫലങ്ങൾ, ഗ്രഹചാര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രഹാവസ്ഥകൾ നോക്കുമ്പോൾ ഓഗസ്റ്റ് മാസം പകുതി വരെ കർക്കിടക മാസമാണ്, അതിനുശേഷം ചിങ്ങമാസമാണ്. ഓഗസ്റ്റ് 16 വരെ കർക്കിടക മാസവും അതിനുശേഷം ചിങ്ങമാസമാണ്. അപ്പോൾ സൂര്യൻ മാസത്തിൻ്റെ പകുതി വരെ കർക്കിടകൻ രാശിയിലും ഓഗസ്റ്റ് മാസത്തിൻ്റെ 17-ാം തീയതി മുതൽ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ്റെ ചലനങ്ങൾ നോക്കുമ്പോൾ വെളുത്തവാവ് ഓഗസ്റ്റ് 9-നും കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി 22-23 തീയതികളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ചൊവ്വ ഓഗസ്റ്റ് മാസത്തിൽ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കിടകൻ രാശിയിലാണ്. ഓഗസ്റ്റ് അവസാനം 30-ാം തീയതി ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു. ശുക്രനാണെങ്കിൽ മിഥുനൻ രാശിയിലാണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ സഞ്ചരിക്കുന്നത്. വ്യാഴത്തോട് ചേർന്നാണ് 20-ാം തീയതി വരെ സഞ്ചരിക്കുന്നത്. അതിനുശേഷം 20-ാം തീയതി ആകുമ്പോൾ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും. വ്യാഴം മിഥുനൻ രാശിയിൽ തുടരുകയാണ്. ശനി മീനൻ രാശിയിൽ വക്രത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതാണ് സാമാന്യമായ ഗ്രഹാവസ്ഥ. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. മൂലം നക്ഷത്രക്കാരുടെ ഫലമാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ വ്യാഴവും രാഹുവും മൂല നക്ഷത്രക്കാർക്ക് അനുകൂല ഭാവങ്ങളിലാണ്. അതൊരു നേട്ടമാണ്. പക്ഷേ ഈ മൂല നക്ഷത്രക്കാർക്ക് കണ്ടകശനിയാണ്. 4-ലാണ് ശനി സഞ്ചരിക്കുന്നത്. ശനി വക്രത്തിലായതുകൊണ്ട് കണ്ടകശനിയുടെ പൂർണ്ണ ദോഷത്തിലേക്ക് കടക്കുന്നില്ല. കുറച്ച് ഒരു റിലീഫ് കിട്ടും, ഒരാശ്വാസം കിട്ടുന്ന സമയമാണ്. പക്ഷേ ഈ ആരോപണങ്ങൾ നേരിടേണ്ടി വരിക, നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കുക, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടാം. അതുകൊണ്ടുള്ള മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്കൊരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാകും. നമുക്ക് അടുപ്പമുള്ളവർ തന്നെ വെറുതെ കുറ്റപ്പെടുത്തുകയും നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളുടെ മേലെ ആരോപിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും. പിന്നെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണക്കുറവ് നമ്മളെ അല്പം പ്രയാസത്തിലാക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ കുറച്ച് സമ്മർദ്ദം വർദ്ധിക്കും. നമുക്ക് കൃത്യസമയത്ത് ജോലിക്ക് പോകാനായിട്ട് ചില പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ കടബാധ്യതകൾ അടച്ചു തീർക്കേണ്ട അവസരങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ചോദ്യം ചെയ്യൽ ഉണ്ടാകാം. ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കാത്ത ഒരു വിഷമം അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അതേ സമയത്ത് ഈ മാസത്തിൻ്റെ പകുതി കഴിയുന്നതോടുകൂടി ഈ ഒരു ബുദ്ധിമുട്ട് മാറുകയും കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം മൂല നക്ഷത്രക്കാർക്ക്. പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ കാര്യനിർവഹണം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് മാറുന്നതാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി മുന്നോട്ട് പോകാനായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ സാധിക്കുന്നതാണ്. ധനപരമായിട്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെടും. രണ്ടാമത്തെ പകുതി ആകുമ്പോഴത്തേക്കും അത് പരിഹരിക്കാനും സാധിക്കും. ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത് നമ്മുടെ കടബാധ്യതകൾ നമുക്ക് ഉടനെ തരണ്ട എന്ന് പറഞ്ഞ് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ നമുക്ക് പണം തന്നിട്ട് കാണും. ഈ സമയത്ത് പെട്ടെന്ന് അത് തിരിച്ചടയ്ക്കാനായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രയാസകരമാണ്. അതുപോലെ തന്നെ നമുക്കുള്ള വേറൊരു പ്രയാസം എന്താണ്, ഗോൾഡ് ലോണൊക്കെ വെച്ചിരിക്കുമ്പം വളരെ വില കൂടിയതുകൊണ്ട് തിരിച്ചെടുക്കാനുള്ള പ്രയാസം. അങ്ങനെയുള്ള സമ്മർദ്ദമാണ് മാസത്തിൻ്റെ ആദ്യം അനുഭവപ്പെടുന്നത്. പിന്നീടത് നമുക്ക് കുറേശ്ശെയായിട്ട് പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ദോഷഫലമല്ല ഉള്ളത്, പക്ഷേ പൂർണ്ണമായിട്ടും ഗുണഫലവുമല്ല. പിന്നെ മൂലം എന്ന് പറയുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണല്ലോ. ബന്ധുഗുണം ഉണ്ടാകും അവർക്ക്. യാത്രകൾ പലതും ചെയ്യേണ്ടി വരും. ബന്ധുഗുണം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ബന്ധുക്കളുടെ സഹായം നല്ല രീതിയിൽ കിട്ടും. ചില സമയത്ത് കുറ്റപ്പെടുത്തലും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ കുഴപ്പമില്ല. സൽക്കർമ്മങ്ങൾ പലതും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലാണ് സാധ്യത കൂടുതൽ. പിന്നെ പൂർവിക സ്വത്ത് സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നത് ഒരു അനുരഞ്ജനത്തിൽ
പരിഹരിക്കാൻ സാധ്യതയുണ്ട്. ഒരു മധ്യസ്ഥൻ്റെ നേതൃത്വത്തിൽ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്കൊന്ന് വരാനൊക്കെ സാധിക്കുന്ന സമയമാണ്. വാഹനത്തിന് ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതിലൂടെ ചിലവ് വർദ്ധിക്കാം. സുഹൃത്തുക്കളുടെ സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം അതും ധനുക്കൂറിലാണ് വരുന്നത്. അവർക്കും സമ്മിശ്ര ഫലമാണ് ഉള്ളത്. പെട്ടെന്ന് കുറേ ധനം കിട്ടുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കയ്യിലേക്ക് വരാത്ത പ്രയാസം പല സമയത്തിലും നേരിടാം. നമുക്ക് പണം തരാം എന്ന് ഉറപ്പ് നൽകിയിരുന്നവർ തരാതിരിക്കുക, ലോണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചുകൂടെ നീണ്ടു പോവുക, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയിരിക്കും നീണ്ടു പോകുന്നത്. പക്ഷേ സമയത്ത് നമുക്ക് പണം കിട്ടിയെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. മേലധികാരികൾ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയേക്കാം. മനസ്സിന് സ്വസ്ഥത കുറയാനിടയുള്ള ഒരു മാസമാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. കടബാധ്യതകൾ തിരിച്ചടയ്ക്കാനായിട്ട് ബാങ്കുകളൊക്കെ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ലാഭം അല്പം കുറയും. വളരെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പൂരാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. അത് ഒരു വീട്ടിലെ വളരെ വിശ്വസ്തനായ ഒരു അംഗത്തോട് അതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. ആർക്കാണ് പണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കണക്കും എഴുതി വെക്കണം. വീട്ടിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ കുറച്ചുകൂടെ നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ പണികളും അത്യാവശ്യമുള്ള പണികൾ തീർത്ത് ഇറക്കാനല്ലാതെ കൂടുതൽ മോഡിഫൈ ചെയ്യാനൊന്നും സാധ്യതയില്ല. ചെലവ് അല്പം കൂടുതലായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുറച്ചുകൂടെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലി ചിലപ്പോൾ ഒന്ന് മാറി പുതിയൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീട്ടിലെ അന്തരീക്ഷം സമാധാനം നിറഞ്ഞതാകും. ചെറിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും വലിയൊരു ബമ്പറൊന്നുമല്ല എങ്കിലും ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ചിങ്ങമാസത്തിൽ സാധിക്കുന്നതാണ്. ന്യായമായ ധനം ഉണ്ടാക്കാനും മാസത്തിൻ്റെ 2ാം പകുതിയിൽ, ഓഗസ്റ്റ് 2ാം പകുതിയിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയാണ് ഒരല്പം പ്രയാസം നിറഞ്ഞത്. അവിടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷങ്ങളില്ലാതെ കാലം കൊണ്ടുപോകാൻ സാധിക്കും. ധനുക്കൂറിൻ്റെ ഫലങ്ങൾ നോക്കുമ്പോൾ മാനസിക സംഘർഷം കുറച്ച് ഉണ്ടാകും. തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകാത്തത് മനപ്രയാസം ഉണ്ടാക്കും. നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ടും നമുക്ക് അതിന് തക്ക പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടായേക്കാം. അത് മാസത്തിൻ്റെ ആദ്യ പകുതിയിലാണ് ഉണ്ടാകുന്നത്. മാസത്തിൻ്റെ 2ാം പകുതി ആകുമ്പോഴത്തേക്കും പൊതുരംഗത്ത് ആക്റ്റീവാകും. കുറേ ആളുകളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാനോ അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ടോ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിലൂടെ സമൂഹത്തിലൊരു അംഗീകാരം കിട്ടാനും ഒക്കെ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ഒരു 15 ദിവസം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ബാക്കി ഓഗസ്റ്റ് മാസത്തിൽ നല്ലതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മരുന്നുകൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒന്ന് മാറി പുതിയൊരു മരുന്ന് തരാനായിട്ട് സാധ്യതയുണ്ട്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് ചികിത്സിക്കേണ്ടതുമാണ്. ഇനി നമുക്ക് അടുത്തത് ഉത്രാടം നക്ഷത്രമാണല്ലോ. ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം മാത്രമാണ് ധനുക്കൂറിൽ വരുന്നത്. ബാക്കി മകരക്കൂറിലാണ് വരുന്നത്. 1ാമത്തെ പാദം മാത്രം ധനുക്കൂറിലും ബാക്കി 3 പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറിലുമാണ് വരുന്നത്. നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. ധനുക്കൂറിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്രാടത്തിൻ്റെ ആദ്യ 15 നാഴികക്കകത്ത് ജനിച്ചവർ അബദ്ധങ്ങൾ സംഭവിക്കാതെ വളരെ കരുതൽ എടുക്കേണ്ടതാണ്. അവരുടെ പൊതുഫലം നോക്കുമ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് അസ്വസ്ഥതകൾ, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, അല്ലെങ്കിൽ സഹപ്രവർത്തകർ അവരുടെ ഗ്രൂപ്പിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖാനുഭവങ്ങൾ നമുക്ക് ആരോടും പറയാനില്ലാത്ത ഒരു അവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്ന പോലെ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയില്ലേ, ഒരുപാട് പേര് ചുറ്റുമുണ്ടെങ്കിലും നമുക്ക് ഒരു വിശ്വസ്തമായിട്ട് ഒരാളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉത്രാട നക്ഷത്രക്കാർക്ക് നേരിടാം. ഉള്ളിലുള്ളതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് അത് തുടരാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ഭയം ഉള്ളിലുണ്ടാകും. എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ എന്നെ
മാറ്റി നിർത്തിയിട്ട് മറ്റൊരാൾ എൻ്റെ ജോലി കൈവശപ്പെടുത്തുമോ, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഡെയിലി വേജസ് അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു പ്രയാസം ഉണ്ടായേക്കാം. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അല്പം കാലതാമസം ഉണ്ടാകും, 1-2 തവണയൊക്കെ ശ്രമിക്കേണ്ടി വന്നേക്കും, എന്നാലും ലഭിക്കും. സുഹൃത്തുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ഓഗസ്റ്റ് 17 ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും. ജോലിയിലെ സമ്മർദ്ദം അല്പം കുറയും. കുടുംബ കാര്യങ്ങൾ കൂടുതൽ മംഗളകരമാകും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ മഠങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള സാധ്യത ഉണ്ട്. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശത്ത് നിൽക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രോഗം ബാധിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്. ചെറിയ തോതിലുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചേക്കാം. വിവാഹാലോചനകളിൽ തീരുമാനമാകും. വിവാഹാലോചനകൾ പലതും ബന്ധുക്കൾ വഴി വരുന്ന ആലോചനകളാകാം. നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ മാസത്തിൻ്റെ 2ാം പകുതിയിൽ, ഓഗസ്റ്റ് മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിങ്ങമാസം പകുതിയാകുമ്പോഴത്തേക്കും വീടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. കുടുംബജീവിതം കുറച്ചുകൂടെ സന്തോഷകരമാകും. ആദ്യ പകുതിയിലേക്കാൾ നല്ലതാണ് മാസത്തിൻ്റെ 2ാം പകുതി. പിന്നെ ഒരു അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ളത് നാട്ടിലെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുകയും അതിലൂടെ മാനസികമായ സമ്മർദ്ദം അല്ലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. നമ്മളെ നേരിട്ട് ബാധിക്കാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ പോയി ഇടപെടുന്നതിലൂടെ ചില സമ്മർദ്ദങ്ങളും ചില ഭീഷണികളുമൊക്കെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. പൈതൃക സ്വത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. പിന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ചില തർക്കങ്ങളുമൊക്കെ ഇപ്പം നല്ല കുറവ് വരും. ഓണത്തിനൊക്കെ ബന്ധുക്കളുമായിട്ട് ഒന്നിച്ചു കൂടാനൊക്കെ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമതകളൊക്കെ ഇടയ്ക്ക് അനുഭവപ്പെട്ടാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. തിരുവോണം മകരക്കൂറിലാണ് വരുന്നത്. സൂര്യൻ 7-ലും 8-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അവിടെയും തൊഴിൽ മേഖലയിലാണ് നമുക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാൻ പോകുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക്. പെട്ടെന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് കിട്ടാതെ വരിക. ശമ്പളത്തിൽ ഒരു ഇൻക്രിമെൻ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അത് നീണ്ടുപോവുക. സ്വകാര്യ മേഖലയിലാണെങ്കിൽ മേലുദ്യോഗസ്ഥൻ അല്ലെ മേലധികാരി അല്ലെ തൊഴിലുടമ നമ്മളോട് ഒരടുപ്പം കാണിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് വിചാരിച്ചതൊന്നും കിട്ടുകയില്ല എന്നുള്ളതല്ല, കിട്ടാനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ഇത് കിട്ടുന്നില്ല. 2-3 തവണ ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. പക്ഷേ അതൊരു അത്ര സുഖകരമായിട്ട് നമുക്ക് തോന്നുകയില്ല. സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് പലതവണ ശ്രമിക്കേണ്ടി വരും. വ്യാപാരം തുടങ്ങാനുള്ള ലൈസൻസ്, പെർമിറ്റുകൾ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കൽ, ഇതൊക്കെ നമുക്ക് 2-3 തവണ ശ്രമിക്കേണ്ടി വരും. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണിത് നീണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുന്നു, അവിടെ തിരക്കാകുന്നു, നമുക്ക് ആ ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോവുക. ഇങ്ങനെയുള്ള ഓരോരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിലും പലതവണ ഒരേ കാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മടുപ്പ് ആ സമയത്ത് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവർ കയറി ഇടപെടുന്ന ഒരു സ്ഥിതി തിരുവോണ നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴെന്ത് ചെയ്യണം? ധൈര്യപൂർവ്വം ഒരു സമീപനം സ്വീകരിക്കണം. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പരമാവധി ചെയ്തോളാമെന്ന് വളരെ മര്യാദയ്ക്ക് തന്നെ സൂചിപ്പിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ ആശയങ്ങളിൽ നിന്ന് വിട്ടുപോയി മറ്റ് ചിലരുടെ ആശയങ്ങൾ നടപ്പാക്കുന്ന രീതിയിലോട്ട് വരും. അതൊരിക്കലും നമുക്ക് അനുയോജ്യമല്ലല്ലോ. എപ്പോഴും നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച് നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനമായിരിക്കും എപ്പോഴും യുക്തമായിട്ട് വരുന്നത്. ഉപദേശം തേടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് നീങ്ങുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നേട്ടങ്ങൾ ഉണ്ടാകും, കുറേ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പക്ഷേ ആ നേട്ടങ്ങളിൽ നമ്മളെ അഭിനന്ദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നവരൊന്നും നമ്മളെ അഭിനന്ദിക്കുകയില്ല.
അപ്പം നമുക്കൊരു നിരാശ തോന്നിയേക്കാം. നേട്ടങ്ങളുണ്ടായിട്ടും എനിക്ക് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശ തോന്നിയേക്കാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. അതൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. മക്കൾക്ക് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആൾക്കാർക്കും വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നത്. ദീർഘയാത്രകളിൽ വിലപ്പെട്ട വസ്തുക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ വേണം. പിന്നെ വായു സംബന്ധമായിട്ടോ കഫജന്യമായിട്ടോ ഉള്ള രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ കോവിഡൊന്നുമല്ല എങ്കിൽ പോലും ജലദോഷം മുതൽ ശ്വാസകോശ അലർജികൾ വരെ പിടിപെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ തോന്നിയാൽ ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ ഒട്ടും കാലതാമസം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തോന്നിയാൽ മരുന്ന് വാങ്ങിക്കേണ്ടതാണ് ഡോക്ടറെ കണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം സംഭവിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമാണ്. വിദ്യാരംഗത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം. അവിട്ട നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ആദ്യത്തെ 30 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ മകരക്കൂറിലും ബാക്കി 30 നാഴികയ്ക്കകത്ത് ജനിച്ചവർ കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. അതിലെ മകരക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും സമ്മർദ്ദം അനുഭവപ്പെടുകയും പല പ്രവർത്തനങ്ങളിലും കാലതാമസം ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രയാസം കൂടുതലായിരിക്കും. പിന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് മടുപ്പിക്കുന്ന പ്രതികരണങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. പല സമയത്തും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അന്യരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ പ്രയാസങ്ങളുണ്ടാകും. നമ്മുടെ ആത്മാഭിമാനത്തിന് ഒരു പ്രയാസം, ഒരു വിഷമം ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ഡിപ്രസീവ് മൂഡിലോട്ട് പോകേണ്ട കാര്യമില്ല, ഒരു സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ ഒരു കാലത്തിൻ്റെ പ്രയാസം കൊണ്ട് മാത്രമാണ്, ഇപ്പോഴത്തെ ഒരു ഗ്രഹാവസ്ഥയുടെ പ്രയാസം കൊണ്ട് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ മക്കളുമായിട്ട് ചെറിയ കലഹങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മാതാപിതാക്കളാണ് ഈ അവിട്ട നക്ഷത്രക്കാരെങ്കിൽ അവർ മക്കളോട് ക്രൂരമായിട്ടൊന്നും പെരുമാറുകയോ പറയുകയോ ചെയ്യരുത്. കാര്യങ്ങൾ അവരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കുക. അവർ കുറേ നിർബന്ധങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ യാത്രകളിൽ നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. അവിട്ട നക്ഷത്രക്കാർക്ക് പണം ഉദ്ദേശിക്കുന്ന വേഗതയിലൊന്നും കയ്യിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. പിന്നെ നമ്മുടെ വിശ്വസ്തരായിട്ട് നിന്ന ആളുകൾ നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാകാം. ഇതാണ് നമ്മുടെ മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും അനുഭവപ്പെടുന്ന പ്രയാസം. പിന്നെ അവർക്കുള്ള പ്രയാസം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങൾ, മാതാപിതാക്കളിൽ ഒരാൾ മക്കളുടെ സൈഡ് പിടിക്കുക, മറ്റേ ആൾ എതിർത്ത് നിൽക്കുക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാമല്ലോ. അതുപോലെ തന്നെ കുടുംബത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ ആൾ കാരണമാണ് കൂടുതൽ ചിലവ് വന്നത് എന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക പരസ്പരം. അത് സംബന്ധിച്ച തർക്കങ്ങൾ, ഇതൊക്കെയാണ് ഈ അവിട്ടം ആദ്യ പകുതിക്കാരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല രോഗാവസ്ഥയുണ്ടായാൽ അവിടെ ഉടൻ തന്നെ നല്ലൊരു ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവിട്ടത്തിൻ്റെ 2ാം പകുതിയിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് ഗുണകരമാണ്. മകരക്കൂറുകാരേക്കാളും ഗുണകരമാണ് കുംഭക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി. അവർക്ക് ധനലാഭം കുറച്ചുകൂടെ വേഗതയിൽ നേടാൻ സാധിക്കും. കടബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന തകർച്ചകളൊക്കെ മാറ്റിയിട്ട് ആ ബിസിനസ്സിനെ ഒന്നുകൂടെ ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുതിയൊരു ബിസിനസ് ചിലപ്പോൾ തുടങ്ങിയിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പഴയതിൽ നിന്നുള്ള നഷ്ടം പുതിയതിൽ നികത്താനായിട്ട് കഴിയുന്നതാണ്. പിന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മാസത്തിൻ്റെ 2ാം പകുതി അത്ര ഗുണകരമല്ല, കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. മകരക്കൂറിൽപ്പെട്ടവർക്ക് മാസത്തിൻ്റെ 2ാം പകുതി കുറച്ചുകൂടെ ഗുണകരമാണ്.
ഇനി കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കുമ്പോൾ കാര്യവിജയം നേടാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതി പ്രത്യേകിച്ചും. മംഗല്യ ഭാഗ്യത്തിന് യോഗമുണ്ട് എന്ന് പറയാം. മംഗല്യഭാഗ്യം എന്ന് പറഞ്ഞാൽ കല്യാണം ചിങ്ങത്തിൽ തന്നെ നടക്കണം എന്നുള്ളതല്ല, വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി കാര്യങ്ങളൊക്കെ, ആലോചന ഉറപ്പിക്കൽ ഒക്കെ നടന്നേക്കാം. പിന്നെ മറ്റൊരു വലിയ ഗുണമുള്ളത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിപ്പെട്ടവർ, അതിൽ ചില ആൾക്കാർ ഈ ലഹരി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താന യോഗത്തിനുള്ളൊരു സാധ്യതയും അവിട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ ആ പ്രാർത്ഥന നന്നായിട്ട് വർദ്ധിപ്പിക്കണം, സന്താന യോഗത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ. അങ്ങനെ കുറേ കാലമായിട്ട് ചികിത്സയിലൊക്കെ ഉള്ളവർക്ക് ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവരതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ സൂര്യാദി നവഗ്രഹങ്ങൾ പല രാശികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ പല രീതിയിലായിരിക്കും. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, കാലാവസ്ഥകളൊക്കെ മാറുന്ന പോലെ തന്നെ മനുഷ്യ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചാനൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്കിതുകൊണ്ട് ഒരു ഇൻഫോർമേറ്റീവായിട്ടൊരു അറിവ് പകരുന്ന രീതിയിലേക്ക് ഈ ചാനൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ബന്ധുക്കൾക്കും അച്ഛനമ്മമാർക്കും ഒക്കെ നല്ല അനുഭവങ്ങളും ഐശ്വര്യവും കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.